വെൽക്കം ടു ഇൻസ്പയർഡ് PSC. മെയ് 25 നടന്ന രണ്ടാം ഘട്ട ഡിഗ്രി പ്രിലിംസ് എക്സാമിലെ ആനുകാലിക ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും ഒന്ന് നോക്കാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ CA ക്വസ്റ്റ്യൻസ് നോക്കുമ്പം കോപ്പ് 28ഉം ശൈത്യകാല ഒളിമ്പിക്സ് ഒക്കെ മുൻപ് PSC നടത്തിയ എക്സാമുകളിൽ ചോദിച്ചതായിട്ട് കാണാം. അപ്പം അതുപോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത നൊബേൽ, ഭാരതരത്ന, മറ്റ് പുരസ്കാരങ്ങളൊന്നും ചോദിച്ചതായിട്ടും ഇല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, അതായത് PYQന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ നിന്ന് 2 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതുപോലെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക. കാരണം ഇതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ കളക്ട് ചെയ്ത് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ഒട്ടും വിട്ടുപോകാതെ തന്നെ മുഴുവൻ കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം തന്നെ കോപ്പ് 28 ആണ്. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നതെന്നാണ് ചോദ്യം. ദുബായ്, UAE ദുബായിൽ വെച്ചിട്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ ആദ്യം തന്നെ റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന എർത്ത് സമ്മിറ്റ് 1992 റിയോ ഡി ജനീറോയിൽ വെച്ച് നടന്ന എർത്ത് സമ്മിറ്റിൽ 184 രാജ്യങ്ങൾ സൈൻ ചെയ്ത ഒരു മൾട്ടി ലാറ്ററൽ ട്രീറ്റിയാണ് എന്ത്? UNFCC. ഓക്കെ, UNFCC എന്ന് പറയുന്നത് അതായത് യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു മൾട്ടിനാഷണൽ ട്രീറ്റി കൂടിയാണ്. അപ്പം ഇതിൽ അതായത് ഈ UNFCCയുടെ ചട്ടക്കൂടിനുള്ളിൽ നടക്കുന്ന മെമ്പേഴ്സിന്റെ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഒരു ഒത്തുചേരലാണ് കോപ്പ് എന്ന് പറയുന്നത്. കോൺഫറൻസ് ഓഫ് പാർട്ടീസ് എന്ന് പറയും, അതാണ് കോപ്പ്. അപ്പം അതിന്റെ 28ാമത്തെ സെഷനാണ് ദുബായിൽ വെച്ച് നടന്നത്. നവംബർ 30 മുതൽ ഡിസംബർ 12 വരെയായിരുന്നു ഉച്ചകോടി. ഓക്കെ, കോപ്സ് ആർ ദ മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഓഫ് ദ UNFCC. അപ്പോൾ ഈ UNFCCയിലെ അംഗരാജ്യങ്ങൾ അവർ എടുക്കുന്ന തീരുമാനം, ഈ മീറ്റിംഗിൽ വെച്ചെടുക്കുന്ന തീരുമാനമാണ് ഇതിന്റെ അന്തിമ തീരുമാനം. അതായത് ഒരു ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് എന്ത്? കോപ്പ് എന്ന് പറയുന്നത്. ഇനി കോപ്പ് 28ന്റെ പ്രധാന അജണ്ടകൾ നോക്കാം. ആഗോള താപനില വർധന 1.5 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് പരിമിതപ്പെടുത്തുക. ഓക്കെ, കാലാവസ്ഥാ വ്യതിയാനം ബാധിച്ച ദുർബലരായ സമൂഹങ്ങളെ പിന്തുണയ്ക്കുക. 2050 നെറ്റ് സീറോ എമിഷൻ നേടുക. എന്ന് പറയുന്നത് കോപ്പ് 28ന്റെ ഒരു പ്രധാന അജണ്ടയായിരുന്നു. ഇതിന്റെ അധ്യക്ഷൻ സുൽത്താൻ അൽ ജാബറാണ്. ഇനി നമ്മൾ ഈ കോപ്പ് 28 അതായത് ഇന്ത്യ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്, ഇനീഷ്യേറ്റീവ്സ്, അതൊക്കെ നമുക്ക് നോക്കണം. ഈ കോപ്പ് 28 നമ്മൾ UN ക്ലൈമറ്റ് സമ്മിറ്റ് എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇത് എന്തിനാന്ന് വെച്ചാൽ കാലാവസ്ഥാ പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടാൻ വേണ്ടി രാജ്യങ്ങൾ സമ്മേളിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫോറമാണ് എന്ത്? കോപ്പ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് UNFCCയുടെ മെയിൻ ഡിസിഷൻ മേക്കിംഗ് ബോഡിയാണ് എന്ത്? കോപ്പ് 28 ഇന്ത്യയുടെ ഭാഗത്തു നിന്നും എടുത്ത തീരുമാനങ്ങൾ, ഇനീഷ്യേറ്റീവ്സ് ഒന്ന് നോക്കാം. ആദ്യമായി ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ്സ്. ഇത് ജനകീയ പങ്കാളിത്തത്തോടെ ഭൂമിയെ കാർബൺ വിമുക്തമാക്കാൻ ലോക കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഗ്രീൻ ക്രെഡിറ്റ്. 2070 ഇന്ത്യയിൽ കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നാണ് 2023-24 വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. 2030 ഇന്ത്യ കാർബൺ പുറന്തള്ളൽ 45% കുറയ്ക്കും. അപ്പൊ ഇതിനൊക്കെയുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് എന്ത്? ഗ്രീൻ ക്രെഡിറ്റ് ഇനീഷ്യേറ്റീവ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ റിവർ സിറ്റീസ് അലയൻസ് ആണ്, GRCA എന്ന് പറയും. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു അലയൻസ് ആണ് ഗ്ലോബൽ റിവർ സിറ്റി അലയൻസ്. ഇതിൽ 11 രാജ്യങ്ങളിലെ 275 ആഗോള നദീ നഗരങ്ങളാണ് ഉൾക്കൊള്ളുന്നത്. കാലാവസ്ഥയും അപ്പം അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കാലാവസ്ഥയും ആരോഗ്യം സംബന്ധിച്ചിട്ടുള്ള UAEയുടെ പ്രഖ്യാപനത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. അതൊരു ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാലാവസ്ഥയും ആരോഗ്യം സംബന്ധിച്ച് UAE പ്രഖ്യാപനത്തിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. അതുപോലെ ഗ്ലോബൽ മീഥേൻ പ്ലഡ്ജ് GMPയിലും ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. 2028 കോപ്പ്, അതായത് കോപ്പിന്റെ 33ാമത്തെ പതിപ്പ് ഇന്ത്യയിൽ ആതിഥേയത്വം വഹിക്കാമെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ UNFCCയിലെ അംഗരാജ്യങ്ങളുടെ ഒക്കെ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് 2028 സമ്മേളനം ഇന്ത്യയിൽ വെച്ച് നടത്താം. ഓക്കെ, ഇനി കാലാവസ്ഥാ വ്യതിയാനം മൂലം ദുരന്തം അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് 834 കോടി നൽകാൻ തീരുമാനിച്ച രാജ്യങ്ങളാണ് UAEയും ജർമ്മനിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന്റെ അജണ്ടയാണ് എന്ത്? ദുരന്തം അനുഭവിക്കുന്ന, അതായത് അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾക്കൊക്കെ സഹായം നൽകാൻ തീരുമാനിച്ചത് ഈ ഒരു കോപ്പ് 28 തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് UAEയും ജർമ്മനിയും ഒക്കെ 834 കോടി രൂപ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കോപ്പ് 28ന്റെ മെയിൻ ഔട്ട്കം കൂടെ നോക്കാം. ഫോസിൽ ഇന്ധനം ഘട്ടം ഘട്ടമായിട്ട് ഒഴിവാക്കുക. അതായത് 2050 ഫോസിൽ ഫ്യൂവലിന്റെ ഒരു ഫേസ് ഔട്ട് ആണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത്.
അപ്പോൾ 2050 ഫോസിൽ ഇന്ധനങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ പുനരുപയോഗ ഊർജ്ജത്തിന്റെ 3 ഇരട്ടി വർധനവ്, ട്രിപ്ലിംഗ് ഓഫ് റിന്യൂവബിൾ എനർജി, ഇത് ഒരു മെയിൻ ഔട്ട്കം ആണ്. പിന്നെ ഇവർ തീരുമാനിച്ചിരിക്കുന്നത് കൽക്കരിയുടെ ഘട്ടം ഘട്ടമായിട്ടുള്ള പ്രവർത്തനം, ഫേസ് ഡൗൺ ഓഫ് കോൾ എന്ന് പറയും. അതുപോലെ മീഥെയിൻ പുറന്തള്ളൽ കുറയ്ക്കുക, അതായത് മീഥെയിൻ എമിഷൻ കട്ട്. പക്ഷെ അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യ അതിൽ ഒപ്പുവെച്ചിട്ടില്ല. മീഥെയിൻ പുറന്തള്ളൽ കുറയ്ക്കലിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല. കാരണം അത് ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതൊരു അസാധ്യമായ, നമുക്കിപ്പം അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണത്. അതിനാലാണ് അത് ഇന്ത്യ ഒപ്പുവെക്കാനത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഇതൊക്കെയാണ് COP28 മെയിൻ ഔട്ട്കം എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനം ഘട്ടമായി ഒഴിവാക്കുക, പുനരുപയോഗ ഊർജ്ജത്തിന്റെ 3 ഇരട്ടി വർധനവ്, അതുപോലെ കൽക്കരി ഘട്ടം ഘട്ടമായിട്ടുള്ളൊരു അതിന്റെ പ്രവർത്തനങ്ങൾ, മീഥെയിൻ പുറന്തള്ളൽ കുറയ്ക്കൽ, അതുപോലെ ലോസ് ആൻഡ് ഡാമേജ് ഫണ്ട്. ഇതെല്ലാമായിരുന്നു COP28 മെയിൻ ഔട്ട്കം എന്ന് പറയാൻ പറ്റുന്നത്. ഇനി 2022 COP27 നടന്നത് ഷാം എൽ ഷെയ്ഖ്, ഈജിപ്ത്. ഇത് ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. 2023 നടന്ന ദുബായിൽ COP28 ആണ് ദുബായിൽ വെച്ച് നടന്നത്. 2024 COP29 അത് ബാക്കു, അസർബൈജാൻ ആണ്. ഇനി നടക്കാൻ പോകുന്നത് ബാക്കു, അസർബൈജാനിൽ വെച്ചിട്ടാണ്. 2025 COP30 അത് ബ്രസീലാണെന്ന് ഓർത്ത് വെക്കണം. ഇനി ആദ്യമായിട്ട് നടന്ന COP ജർമ്മനിയിലെ ബെർലിൻ വെച്ചിട്ടാണ് ആദ്യത്തെ COP കോൺഫറൻസ് ഓഫ് പാർട്ടീസിലെ നടക്കുന്നത്. ബെർലിൻ, ജർമ്മനിയാണ്, ഒന്ന് ഓർത്ത് വെക്കുക. ഇനി എക്സ്ട്രാ ഫാക്ട്സ് നോക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് കാലാവസ്ഥാ വ്യതിയാന ദൗത്യം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട്. ലോക സർക്കാർ ഉച്ചകോടി ഇപ്പൊ ദുബായിൽ തന്നെ വെച്ച് നടന്ന മറ്റൊരു സമ്മിറ്റ് ആണ് വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റ്. ഇതിന്റെ വേദി ദുബായ് ആയിരുന്നു. ഫെബ്രുവരി 12 മുതൽ 14 വരെ 2024 ഉച്ചകോടി നടന്നത്. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ഷേപ്പിംഗ് ഫ്യൂച്ചർ ഗവൺമെന്റ്സ് എന്നതായിരുന്നു. 10 പ്രസിഡന്റുമാരും 10 പ്രധാനമന്ത്രിമാരും ഉൾപ്പെടെ 20 ലോക നേതാക്കളും 120 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ പറ്റിയിട്ടാണ് ചോദ്യം വന്നത്. 5.8% ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അപ്പോൾ എന്താണ് ധനക്കമ്മി? അത് നോക്കാം. ഗവൺമെന്റിന്റെ ആകെ ചിലവും അതിൽ വായ്പാ കടം ഒഴിവാക്കിയുള്ള ഗവൺമെന്റിന്റെ ആകെ വരവും തമ്മിലുള്ള ആകെ ചെലവും വരവും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ധനക്കമ്മി എന്ന് പറയുന്നത്. അപ്പൊ അത് 5.8% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. മുൻപ് 5.9 ആയിരുന്നു. അതിൽ നിന്നും മുൻപ് പുതുക്കിയ ഒരു ശതമാനമാണ് 5.8%. അപ്പൊ ഇടക്കാല ബഡ്ജറ്റിലാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ. ഇടക്കാല ബഡ്ജറ്റ് വരാൻ കാരണം 2024 ലോക്സഭ ഇലക്ഷൻ ആയതിനാലാണ് സാധാരണ ബഡ്ജറ്റിന് പകരം ഇടക്കാല ബഡ്ജറ്റ് നമ്മൾ പ്രഖ്യാപിച്ചത്. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ആയിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അവരുടെ ആറാമത്തെ ബഡ്ജറ്റാണിത്. ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ എടുത്ത സമയമാണ് 56 മിനിറ്റ്. നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ഏറ്റവും ചെറിയ ബഡ്ജറ്റ് ആയിരുന്നു. 56 മിനിറ്റ് ആണ്. അപ്പൊ ഏറ്റവും ചെറിയ ബഡ്ജറ്റ് ആയിരുന്നു 2023-24 അവതരിപ്പിച്ചത്. ഇനി ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 2047 വികസിത ഇന്ത്യയാണ് ലക്ഷ്യം. ഇനി 2024-25 ധനക്കമ്മി ഒന്ന് നോക്കാം. അത് GDP-യുടെ 5.1% ആക്കും എന്നാണ് പറയുന്നത്. അതുപോലെ 2025-26 കൂടെ ധനക്കമ്മി GDP-യുടെ 4.5% താഴെയാക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ടും ഓർത്ത് വെച്ചോളൂ. 2024-25 5.1%, 25-26 കൂടെ 4.5% മാറ്റും. ഇനി ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് പ്രതിരോധ മന്ത്രാലയത്തിനാണ്. ബഡ്ജറ്റിൽ ഏറ്റവും കുറവ് തുക അനുവദിച്ച മന്ത്രാലയമാണ് കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ്. ഇനി 24-25 ഇടക്കാല ബഡ്ജറ്റിന്റെ സോഴ്സ് ഓഫ് ഇൻകം സോഴ്സ് നോക്കാം. പണം വരുന്നതിൽ കൂടുതൽ 28% വരവ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കടമെടുപ്പും മറ്റു ബാധ്യതകളിൽ നിന്നുമാണ്. അതുപോലെ കുറഞ്ഞ പണം സോഴ്സ് ഓഫ് ഇൻകം കുറവ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കടമില്ലാത്ത മൂലധന റെസീപ്റ്റുകളാണ്, ക്യാപിറ്റൽ റെസീപ്റ്റ് ആണ്. അത് 1% കാണിച്ചിരിക്കുന്നത്. 2024-25 ബജറ്റ് പ്രകാരം പണം ചെലവാകുന്നത് നമ്മളുടെ എക്സ്പെൻഡിച്ചർ നോക്കാം. കൂടുതലായിട്ട് നമ്മൾ ചെലവാക്കുന്നത് പലിശ അടവിന് 20% പലിശ അടവുകൾക്ക്. അതുപോലെ സ്ഥാപനങ്ങളുടെ നികുതി വിഹിതങ്ങളും തീരുവകളും ഇതിനും 20% നമ്മൾ ചെലവാക്കുന്നത്. പിന്നെ കുറഞ്ഞ ചെലവ് വരുന്നത് പെൻഷനുകൾക്കാണ്. 4% പെൻഷനുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെലവാക്കുന്നത്. അപ്പൊ അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. സ്റ്റേറ്റ്മെന്റ്സിലൊക്കെ കയറി ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം, മൂന്നാമത്തെ ചോദ്യം സ്പേസിനെ സംബന്ധിച്ചായിരുന്നു. അത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വരുന്ന ഒരു ചോദ്യമാണ്. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മകണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8 പേസ് എന്ന പേരുള്ളൊരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. പ്ലാങ്ക്ടൺ, എയ്റോസോൾ, ക്ലൗഡ് ഓഷ്യൻ എക്കോസിസ്റ്റം. ഓർത്ത് വെക്കുക.
പ്ലാങ്ക്ടൺ, എയറോസോൾ, ക്ലൗഡ്, ഓഷ്യൻ, എക്കോസിസ്റ്റം. ഇത് സമുദ്രങ്ങൾ, അന്തരീക്ഷം, കാലാവസ്ഥ തുടങ്ങിയവയുടെ പഠനം നടത്താൻ വേണ്ടിയിട്ട് US ബഹിരാകാശ സ്ഥാപനമായ നാസയുടെ ഉപഗ്രഹമാണ് എന്ത് പേസ്. ഇത് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു വിക്ഷേപിച്ചിരിക്കുന്നത്. ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത്. ഫ്ലോറിഡയിലെ ക്യാപ് കാനവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് വിക്ഷേപിച്ചത്. ഇത് സൺ സിങ്ക്രണസ് ഓർബിറ്റിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഓഷ്യൻ കളർ ഇൻസ്ട്രുമെന്റ് ഇതിന്റെ ഒരു പ്രധാന ഉപകരണമാണ്. അതായത് കടലിന്റെ നിറം അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓഷ്യൻ കളർ ഇൻസ്ട്രുമെന്റ് പേസിന്റെ പ്രധാന ഉപകരണമായിരുന്നു. അതുപോലെ 2 പോളാരിമീറ്റർ ആണുള്ളത്. ഒന്ന് സ്പെക്സോണും ഹാർപ്പ് 2ഉം. സ്പെക്ട്രോ പോളാരിമീറ്റർ ഫോർ പ്ലാനറ്ററി എക്സ്പ്ലോറേഷൻ. അതുപോലെ അടുത്ത പോളാരിമീറ്റർ ആണ് ഹൈപ്പർ ആംഗുലർ റിസർച്ച് പോളാരിമീറ്റർ. ഇത് 2 പോളാരിമീറ്റർ ആണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടന്നതെന്നാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? അത് മിലാൻ കോർട്ടിന ഡി ആംബസോയാണ്. മിലാനും കോർട്ടിന ഡി ആംബസോയിലും വെച്ചാണ് നടക്കുന്നത്, ഇറ്റലിയിലാണ്. അപ്പൊ 2022 ചൈനയിൽ വെച്ച് നടന്ന 24ാമത്തെ വിന്റർ ഒളിമ്പിക്സ്, ചൈനയിലെ ബീജിംഗിൽ വെച്ചായിരുന്നു 24ാമത്തെ വിന്റർ ഒളിമ്പിക്സ്. അതിന്റെ മസ്കോട്ടായിരുന്നു ബിങ് ഡ്വൻ. ഇതൊരു ജയന്റ് പാണ്ടയാണ് ബിങ് ഡ്വൻ എന്ന് പറയുന്നത്. അപ്പൊ 2 വേനൽക്കാല ഒളിമ്പിക്സിന് മധ്യയായിട്ടാണ് ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത്. അപ്പൊ വേനൽക്കാല ഒളിമ്പിക്സ് നടത്താൻ സാധിക്കാത്ത ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശൈത്യകാല ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്യുന്നത്. അത് നമുക്ക് ഈ സമ്മർ ഒളിമ്പിക്സിന്റെ ഇത് നോക്കാം. 2024 നടക്കാൻ പോകുന്നത് ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ്. അതുപോലെ 2028 ലോസ് ഏഞ്ചൽസ് US, 2032 ബ്രിസ്ബെയിൻ ഓസ്ട്രേലിയ. ഓക്കെ, ഇനി വിന്റർ ഒളിമ്പിക്സ് ഗെയിംസ് 2022 നടന്നത് ബീജിംഗ് ചൈനയാണ്. മിലാൻ ആൻഡ് കോർട്ടിന ഇറ്റലിയിലെ മിലാനിലും കോർട്ടിനയിലും വെച്ചാണ് 2026 നടക്കുന്നത്. 2022 വിന്റർ പാരാലിമ്പിക്സ് ബീജിംഗ് ചൈനയിൽ വെച്ചായിരുന്നു. അപ്പൊ ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി. 1894 ജൂൺ 23 സ്ഥാപിച്ച ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് ഇതെല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രസിഡന്റും കൂടെ ഓർത്ത് വെച്ചോളൂ, തോമസ് ബാച്ച് ആണ്. ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ലുസൈൻ. ഇനി ബീജിംഗ് ശൈത്യകാല ഒളിമ്പിക്സിൽ നോർവേ ആയിരുന്നു ജേതാക്കൾ. 2022 നടന്ന ശൈത്യകാല ഒളിമ്പിക്സിൽ ജേതാക്കൾ നോർവേ ആയിരുന്നു. ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത ഏക താരമാണ് ആരിഫ് ഖാൻ ആണ് പങ്കെടുത്തതെന്ന് ഓർത്ത് വെക്കുക. ഇനി നെക്സ്റ്റ് ചോദ്യം, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ ആരാണെന്നായിരുന്നു. വിഷ്ണുദേവ് സായ് ആണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി. അപ്പോൾ ഛത്തീസ്ഗഡിലെ ഗോത്രവർഗക്കാരനായ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് വിഷ്ണുദേവ് സായ്. രാജസ്ഥാൻ മുഖ്യമന്ത്രി നോക്കാം, ഭജൻലാൽ ശർമ്മ. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. മിസോറാം മുഖ്യമന്ത്രി ലാൽ ദുഹോമ. തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചെമ്പൈ സോറൻ. ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി. അപ്പൊ ഇതെല്ലാം ഈ അടുത്ത് മാറിയ മുഖ്യമന്ത്രിമാരാണ്. അപ്പം ഹരിയാന മുഖ്യമന്ത്രി ഓർത്ത് വെക്കണം, നയാബ് സിംഗ് സൈനി. മുൻ മുഖ്യമന്ത്രി രാജിവെച്ചതിന് ശേഷം വന്ന മുഖ്യമന്ത്രിയാണ് നയാബ് സിംഗ് സൈനി. അതുപോലെ ഛത്തീസ്ഗഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനിതാ പ്രാതിനിധ്യമുള്ള നിയമസഭയാണ് ഛത്തീസ്ഗഡ് നിയമസഭ. 21% വനിതാ പ്രാതിനിധ്യമാണുള്ളത്. കേരളത്തെ വെച്ച് നോക്കുമ്പോൾ 8.5% വനിതകളെ ഉള്ളൂ. അപ്പം ഛത്തീസ്ഗഡിന്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ ഛത്തീസ്ഗഡ് ആരംഭിച്ച മഹദാരി വന്ദൻ യോജന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം നൽകുന്ന ഒരു പദ്ധതി ഈ അടുത്ത് ഛത്തീസ്ഗഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. മഹദാരി വന്ദൻ യോജന പദ്ധതി, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം ഇസ്രയേൽ ഹമാസ് സംഘർഷത്തെ വെച്ചായിരുന്നു. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത രാജ്യങ്ങൾ ഏതാണെന്നായിരുന്നു ചോദിച്ചത്. ആൻസർ ഇന്ത്യയാണ്. അതിൽ ലൈബീരിയ ഉണ്ടായിരുന്നു, US ഉണ്ടായിരുന്നു, ഓപ്ഷനായിട്ട് ഇസ്രയേലും ഉണ്ടായിരുന്നു. അപ്പം US-ഉം ഇസ്രയേലും ലൈബീരിയ ഒക്കെ ഇതിനെ എതിർത്ത കൂട്ടത്തിലാണ്. നമ്മൾ ഇതിനനുകൂലമായി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ വെടിനിർത്തൽ പ്രമേയം അവതരിപ്പിച്ച രാജ്യമായിരുന്നു ഈജിപ്ത്. 193 അംഗങ്ങളുള്ള UN ജനറൽ അസംബ്ലിയുടെ പ്രത്യേക സെഷനിലാണ് പ്രമേയം അംഗീകരിച്ചത്. ഇതിൽ 153 രാജ്യങ്ങൾ ഇതിനനുകൂലിച്ചും 10 പേര് എതിർത്തും 23 പേര് വിട്ടുനിന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ രാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഹമാസ് ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചത് ഒക്ടോബർ 7, 2023 യുദ്ധം ആരംഭിച്ചത്. ഇസ്രയേൽ ഹമാസ് വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ച രാജ്യമായിരുന്നു ഖത്തർ. ഗാസയിലെ ഹമാസ് ഇസ്രയേൽ സംഘർഷം ചർച്ച ചെയ്യാൻ അറബ് ലീഗ് നേതാക്കളുടെ അടിയന്തര ഉച്ചകോടിക്ക് വേദിയായ രാജ്യം സൗദി അറേബ്യ റിയാദിലായിരുന്നു. പാലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഹമാസ് ഇസ്രയേൽ നടത്തിയ സൈനിക നടപടി അറിയപ്പെടുന്നത് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ്. ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തിയ പ്രത്യാക്രമണ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ അയൺ സ്വേർഡ്സ്.
ഏത് രാജ്യത്തിന്റെ ചാരസംഘടനയാണ് മൊസാദ് എന്ന് ചോദിച്ചാൽ ഇസ്രയേലിന്റെ ചാരസംഘടനയാണ് മൊസാദ്. ഇസ്രയേലിൽ അകപ്പെട്ട ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ രക്ഷാദൌത്യമായിരുന്നു ഓപ്പറേഷൻ അജയ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. നെക്സ്റ്റ്, ഈ ക്രാന്തി എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. ഇത് സി എ ആയിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ ഗവേണൻസ് സെക്ഷനിൽ നിന്നും ഭരണരംഗം പ്രൊജക്ടുകൾ ആ ഭാഗത്തു നിന്നൊക്കെ ചോദിക്കാവുന്ന ചോദ്യമാണ് ഈ ക്രാന്തി. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി, ഇതായിരുന്നു ആൻസർ. ഇലക്ട്രോണിക് ഡെലിവറി ആയിരുന്നു. അപ്പൊ രാജ്യത്ത് ഇ ഗവേണൻസ്, മൊബൈൽ ഗവേണൻസ്, സദ്ഭരണം, ഗുഡ് ഗവേണൻസ് എന്നിവയുടെയൊക്കെ നിർണായക ആവശ്യകത കണക്കിലെടുത്ത് യൂണിയൻ ഗവൺമെന്റ് 2015 കൊണ്ടുവന്ന ഒരു പ്ലാനാണ് ഇ ഗവേണൻസ് പ്ലാൻ, അല്ലെങ്കിൽ ഇ ഗവേണൻസ് പ്ലാൻ 2.0, അല്ലെങ്കിൽ ഈ ക്രാന്തി. അപ്പോൾ ഡിജിറ്റൽ ഇന്ത്യ സംരംഭത്തിന്റെ, അതായത് ഡിജിറ്റൽ ഇന്ത്യൻ ഇനീഷ്യേറ്റീവിന്റെ ഒരു പ്രധാന പില്ലറാണ് എന്ത് ഈ ക്രാന്തി എന്ന് പറയുന്നത്. 9 പില്ലേഴ്സ് ആണുള്ളത്, അതിൽ ഒരു പില്ലറാണ് എന്ത് ഈ ക്രാന്തി. ഇതിന്റെ വിഷൻ ചോദിക്കുകയാണെങ്കിൽ ട്രാൻസ്ഫോമിംഗ് ഇ ഗവേണൻസ് ഫോർ ട്രാൻസ്ഫോമിംഗ് ഗവേണൻസ് വിഷൻ. ഇനി മിഷനും ഒക്കെ നമുക്ക് നോക്കാം. അതായത് ഇതിന്റെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ സർക്കാർ സേവനങ്ങളൊക്കെ ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ പൗരന്മാർക്ക് ഒന്നിലധികം മോഡുകളിലൂടെ സംയോജിതവും പരസ്പര പ്രവർത്തനക്ഷമമായ സംവിധാനങ്ങളിലൂടെയൊക്കെ സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, സർവീസ് ചെയ്തു കൊടുക്കുക എന്നതാണ്. അതായത് സർക്കാർ സേവനങ്ങളൊക്കെ ഒരു കോമൺ സർവീസ് ഡെലിവറിയിലൂടെ, എല്ലാ സർക്കാർ സേവനങ്ങളും കോമൺ സർവീസ് ഡെലിവറി ഔട്ട്ലെറ്റ് വഴി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക. അതുപോലെ പൗരന്മാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ കാര്യക്ഷമതയോടുകൂടിയും സുതാര്യതയോടും വിശ്വാസ്യതയൊക്കെ ഉറപ്പുവരുത്തി എല്ലാ സർക്കാർ സേവനങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നൊക്കെ പറയുന്നത് ഈ ക്രാന്തിയുടെ ദൗത്യമാണ്. നമ്മളെ കേരളത്തില് കെ സ്മാർട്ട് പോലെ. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയുള്ള മുഴുവൻ സേവനങ്ങളും ഓൺലൈനായിട്ട് ലഭ്യമാക്കുന്ന കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് എന്ത് കെ സ്മാർട്ട്. ഇപ്പൊ കെ സ്മാർട്ട് എന്ന് പറയുന്നത് കേരള സൊല്യൂഷൻ ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. കെ സ്മാർട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. 2024 ജാനുവരി 1 നിലവിൽ വന്നത്. കെ സ്മാർട്ടിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് ഡെലിവറിംഗ് ഡിജിറ്റൽ ഹാപ്പിനെസ് ആണ്. വികസിപ്പിച്ചത് ഇൻഫോർമേഷൻ കേരള മിഷൻ ആണ്. അപ്പം ഇതൊക്കെയാണ്, ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോയിലെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. Thank you so much. See you in next class. Bye bye.